ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് ജൂലൈ 11, ലോക ജനസംഖ്യാ ദിനം. ലോക ജനസംഖ്യ 500 കോടിയിലെത്തിയതിൻ്റെ സ്മരണക്കായാണ് എല്ലാ വർഷവും ജൂലൈ 11 നാം ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. 1987 ജൂലൈ 11 ആദ്യമായി ജനസംഖ്യാ ദിനം ആചരിച്ചത്. ജനസംഖ്യാ വർധനവ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഈ ദിവസത്തിൻ്റെ ലക്ഷ്യം. ഒപ്പം ദാരിദ്ര്യം കുറയ്ക്കുക എന്ന സന്ദേശവും ലോകത്തിന് നൽകുക. കാരണം ജനസംഖ്യക്ക് ആനുപാതികമായി ദാരിദ്ര്യം വർദ്ധിക്കുന്നു. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യക്കൊപ്പം ഉയർന്നു വരുന്ന പാരിസ്ഥിതിക പ്രയാസങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നതുകൂടിയാണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന്. ജനസംഖ്യാ വർധനവ് മനുഷ്യൻ്റെ മാത്രമല്ല, ഭൂമിയുടെ തന്നെ നിലനിൽപ്പിന് ഭീഷണിയാണ്. ജനസംഖ്യാ വർധനവിനനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിക്കുന്നതു മൂലം വനഭൂമിയുടെ തോത് കുറയുകയും ഇത് നമ്മുടെ ആവാസ വ്യവസ്ഥയെ തന്നെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, ഭക്ഷ്യക്ഷാമം, നിരക്ഷരത, പാർപ്പിടമില്ലായ്മ, വിഭവങ്ങളുടെ അപര്യാപ്തത, പരിസ്ഥിതി പ്രശ്നങ്ങൾ, രോഗങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം തുടങ്ങിയ പ്രശ്നങ്ങളിലേക്കാണ് ജനപ്പെരുപ്പം ലോകത്തെ നയിക്കുന്നത്. ജനസംഖ്യ വർദ്ധിക്കുകയും പ്രകൃതി വിഭവങ്ങൾ അതിനനുസരിച്ച് വർദ്ധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ഇത് ബാധിക്കുന്നു. അനിയന്ത്രിതമായ ജനപ്പെരുപ്പം ലോകശക്തിയായി വളരാൻ ശ്രമിക്കുന്ന ഇന്ത്യയെപ്പോലെയുള്ള ഒരു രാജ്യത്തിന് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നു. ഒരു രാജ്യത്ത് എത്ര കോടി ജനങ്ങൾ അധിവസിക്കുന്നു എന്നതിലല്ല, മറിച്ച് ആ രാജ്യത്തെ ജനങ്ങൾക്ക് സംതൃപ്തമായ ജീവിതം നയിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നതിലാണ് കാര്യം. ജനസംഖ്യയിലുണ്ടാവുന്ന അനിയന്ത്രിതമായ വളർച്ച സംതൃപ്ത ജനസമൂഹം എന്ന ലക്ഷ്യത്തെ വിരട്ടിയോടിക്കുന്നു. അന്ധവിശ്വാസങ്ങളും ശൈശവ വിവാഹങ്ങളുമാണ് ജനപ്പെരുപ്പത്തിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകങ്ങൾ. ഇത് തുടച്ചു നീക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കുടുംബങ്ങളാണ് സമൂഹത്തിൻ്റെ ആദ്യ കണ്ണി. അതുകൊണ്ട് ജനസംഖ്യാ നിയന്ത്രണ ബോധവൽക്കരണം കുടുംബങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണം. പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലാത്ത, അക്രമവും അനീതിയും ഇല്ലാത്ത, സ്ത്രീ പുരുഷ സമത്വമുള്ള ഒരു ജനസമൂഹം ഇവിടെ ഉണ്ടാവണം. അതിന് നമുക്ക് ഓരോരുത്തർക്കും ഒത്തൊരുമയോടെ ഉയർന്ന പൗരബോധത്തോടെ മുന്നോട്ടു പോവാം. നന്ദി, നമസ്കാരം.